നിന്റെ മുമ്പിൽ വേഷം കെട്ടി ആടാൻ വന്ന ബെഞ്ചമിൻ ഞാൻ നിയോഗിച്ചവനാ. അവനെ വെച്ചാ നിന്റെയൊക്കെ നെഞ്ചിലേക്ക് ഞാൻ പാഞ്ഞു കയറിയത്. നമ്മൾ കയ്യോങ്ങി ഒരാളെ അടിക്കുമ്പോഴല്ല, ആ അടിയുടെ വേദന അയാൾ അനുഭവിക്കുമ്പോഴാണ് നമ്മളത് കൂടുതൽ ആസ്വദിക്കുക. സാറാ, എന്റെ മകനെ കണിമംഗലത്ത് നിന്ന് പുറത്താക്കിയവരാ അവർ രണ്ടുപേരും. അന്നിവൻ തെരുവിൽ ഒരുപാട് അലഞ്ഞു. ഇന്ന് ഇവന്റെ സ്ഥാനത്ത് അവരാ. ആ കാഴ്ച എനിക്കൊന്ന് കാണണം. പോയിട്ട് വാ. സന്തോഷം തരുന്ന ഒരു കാഴ്ചയും വേണ്ടെന്ന് വെക്കരുത്. ചെല്ല്. താങ്ക്സ് സാറാ. അഗെയിൻ താങ്ക്സ്. സാറയ്ക്ക് മാത്രമാണ് ഈ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റ്. സർ, ഞങ്ങളിപ്പോ മണിയന്നൂർ പോലീസ് സ്റ്റേഷൻ അടുത്ത് നിൽക്കുന്നു. SI ഞങ്ങളിപ്പോ കണ്ടു. അത് ഞങ്ങളുടെ ഇന്ന് മാല ഉണ്ടായ ആളല്ല. വരുൺ, ദെൻ നോ ഡൗട്ട് എന്തോ ഒരു ആൾമാറാട്ടം നടന്നിട്ടുണ്ട്. ബോധപൂർവം നിങ്ങൾക്കെതിരെ നടന്ന ഒരു ശ്രമമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ഇപ്പൊ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞ് ഇപ്പൊ തന്നെ അന്വേഷണത്തിന് ആളെ വിടാം. സർ, ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സാറിന് അറിയാലോ. കണിമംഗലത്തെ ജപ്തിയും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തെരുവിൽ നിൽക്കുക സർ. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എത്രയും പെട്ടെന്ന് മാല തിരിച്ചു കിട്ടാനുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ശരി സാർ. എന്തായി വരുൺ? ട്രാപ്പാണ്. ഞാൻ തന്നോട് പറഞ്ഞില്ലേ രാധികെ, നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അത് ആരാണോ അത് അവരേൽപ്പിച്ച ആൾക്കാർ തന്നെയാണ് പോലീസുകാരുടെ വേഷം കെട്ടി നമ്മുടെ മുമ്പിൽ വന്നത്. എന്തൊരു പകൽക്കൊള്ള ഇവിടെ നടക്കുന്നത്. വരുൺ, ഇതിലൊരു സംശയം വേണ്ട. കണിമംഗലത്തെ ജപ്തി നടന്നതിനും ഈ സംഭവത്തിനൊക്കെ പിന്നിൽ ഒരേ ഒരാളാ, നമ്മുടെ ചെറിയച്ഛൻ എന്ന ചന്ദ്രശേഖരൻ. എന്താ മക്കളെ, കാര്യമായ ചർച്ചയിലാണല്ലോ. ഇവരെ കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടിട്ടും തനിക്ക് മതിയായില്ലല്ലേ? നിലനിൽപ്പിന് വേണ്ടിയാ രാധികയുടെ താലിമാല വിൽക്കാൻ തീരുമാനിച്ചത്. അതും കൂടി ആരോ പിടിച്ചെടുത്തു. അതും നിങ്ങൾ തന്നെ ആയിരുന്നോ? എന്താ സംശയം? എല്ലാത്തിനും പുറകെ ഞാൻ തന്നെയാ. കൂടുതൽ ശബ്ദം ഉയർത്തരുത്. അങ്ങനെ ശബ്ദം ഉയർത്തി അറിയാലോ, അച്ഛനും അമ്മയും ചന്ദ്രശേഖരന്റെ തണലില്ല ഇപ്പോ. ദ്രോഹിക്കണമെന്ന് ഞാൻ തീരുമാനിച്ച അവര് വല്ലാതെ വേദനിക്കും. നിർത്തോ. താൻ ആരാടോ? ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ മാത്രം എന്ത് യോഗ്യതയാണോ തനിക്കുള്ളത്? മോനെ സൂര്യ, വേണ്ട. എന്നെ എതിർത്ത് നീ എന്തെങ്കിലും സംസാരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇവരെ പോലെ നീയും കണിമംഗലത്തിന് പുറത്താവും. അതിനെനിക്ക് ഒരു മടിയുമില്ല. പിന്നെ ഇവൻ എത്ര ദരിദ്രനായാലും ഇവന്റെ ഭാര്യ ഇവന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ നീ ദരിദ്രനായ ആ നിമിഷം കൽപ്പന നിന്നെ വിട്ടുപോകും. പിന്നെ നിന്നെ ഞാൻ കാണുന്നത് തെരുവിൽ അലയുന്ന ഭ്രാന്തനായിട്ടായിരിക്കും.
ഹലോ. നിങ്ങളെന്താ കരുതിയത്? ചന്ദ്രശേഖരനും മകനും ഒരിക്കലും തിരിച്ചു വരില്ലെന്നോ? കണക്ക് തീർക്കാൻ തന്നെയാണോ എൻ്റെ അച്ഛൻ വന്നിട്ടുള്ളത്? അതെ, ജയിലഴികൾക്കകത്ത് കിടന്ന ദിവസം മുഴുവൻ കണിമംഗലത്തുകാരോടുള്ള വൈരാഗ്യം എഴുതി മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു ഞാൻ. എന്റെ മോചനം ഓരോ ദിവസം വൈകിയപ്പോഴും അതിന് കാരണക്കാരായ നിങ്ങൾക്ക് ഞാൻ വിധിക്കുന്ന ശിക്ഷയുടെ കാഠിന്യം കൂടി വന്നുകൊണ്ടിരുന്നു. ഒടുവിൽ മോചനം നേടി പുറത്തിറങ്ങുമ്പോൾ ചന്ദ്രശേഖരന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. കണിമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസും കണിമംഗലവും. നിന്റെ മുമ്പിൽ വേഷം കെട്ടി ആടാൻ വന്ന ബെഞ്ചമിൻ ഞാൻ നിയോഗിച്ചവനാ. അവനെ വെച്ചാ നിന്റെയൊക്കെ നെഞ്ചിലേക്ക് ഞാൻ പാഞ്ഞു കയറിയത്. തീർന്നല്ലോ. കണിമംഗലം കമ്പനീസ് എന്ന ഭദ്രത ഇതോടെ തീർന്നില്ലേ? പിന്നെ ബാക്കിയായത് കണിമംഗലം തറവാടാ. ചന്ദ്രശേഖരന് പ്രവേശമില്ലാത്ത, മകന് പ്രവേശനമില്ലാത്ത കണിമംഗലം തറവാട്. അതിടിച്ച് നിരത്തണമെന്നായിരുന്നു എൻ്റെ തീരുമാനം. പിന്നെ അത് തിരുത്തി. അടിമകളെ പോലെ കുറെ പേർ എന്നെ അനുസരിച്ച് അതിനകത്തുണ്ടാവണമെന്ന് തോന്നി. അങ്ങനെ ഞാനത് തീരുമാനിച്ചു. അതുതന്നെയാ ഇപ്പൊ നടക്കുന്നത്. കാണാനുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ഞാൻ ഇറങ്ങിയ തെരുവിലേക്ക് നിങ്ങളുമായി. പക്ഷേ ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. കണിമംഗലത്തിൽ നിന്ന് എന്നെ ഇറക്കി വിടുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് തന്ന തല്ല്, അതുകൂടി തിരിച്ചു തന്നിട്ടേ തൽക്കാലം ഞങ്ങൾ പോകുന്നുള്ളൂ.